ക്യാപ്സൂളുകൾക്ക് പഞ്ഞമില്ലാത്ത ഇടത് സൈബർ ഇടങ്ങൾക്ക് വീണ്ടും ഒരു ക്യാപ്സൂൾ ഇറക്കാൻ ഒരു അവസരം കൂടി ലഭിക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും, അത് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും കൂടി സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ശകാരിക്കുന്ന വീഡിയോ ഏറെ വൈറലായിരുന്നു. ഇതിന്റെ പേരിൽ ആര്യ രാജേന്ദ്രന്റെ പേരിൽ കേസൊന്നുമില്ലെങ്കിലും വാഹനം ഓടിച്ച KSRTC ബസ് ഓടിച്ച ഡ്രൈവറുടെ പേരിൽ കേസ് എടുത്തിരുന്നു. ആര്യ രാജേന്ദ്രന് നേരെ, വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ ലൈംഗിക ചുവയോടെയുള്ള ആംഗ്യങ്ങൾ കാണിച്ചു എന്നാണ് പരാതി. അതുകൂടാതെ ആ വാഹനത്തിലെ ആളുകളെ ഇറക്കി വിടുകയും ചെയ്തിരുന്നു. എന്നാൽ സൈബർ ലോകവും പൊതുജനങ്ങളും പൊതുമനസ്സാക്ഷിയും ഒക്കെ എപ്പോഴും ആ ഡ്രൈവർക്കൊപ്പമായിരുന്നു. സാധാരണ KSRTC ഡ്രൈവർമാർ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ എല്ലാ മാധ്യമങ്ങളും എല്ലാ ആളുകളും സാധാരണഗതിയിൽ അതിൻ്റെ പരാതി ഉന്നയിക്കുന്നവർക്കൊപ്പമാണ് നിൽക്കാറ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രം ഡ്രൈവർ യദുവിനൊപ്പം സൈബർ ലോകവും പൊതുജനവും പൊതുമനസ്സാക്ഷിയും നിന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത്, ആ ഡ്രൈവറെ പരസ്യ വിചാരണ ചെയ്യുന്ന ജനപ്രതിനിധികളായ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് സച്ചിൻ ദേവിന്റെയും ഭാഷയും ശരീരഭാഷയും ഒക്കെ തന്നെയാണ്. ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത്, പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇതിന്റെ നിജസ്ഥിതി അറിയുന്നതിനായി KSRTCയോട് ആ വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുവാൻ പറഞ്ഞ പോലീസുകാർക്ക് വാഹനം ലഭിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന CCTVയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി ശ്രമിച്ചപ്പോൾ CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട മെമ്മറി കാർഡ് കാണാനില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ പറയപ്പെടുന്ന ക്യാപ്സൂളുകൾ ഇറക്കുവാനുള്ള സമയമായി എന്നുള്ളത്. കാരണം എന്ന് പറയുന്നത്, ഇന്ന് ഒരു മാധ്യമം, കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ആ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന യദുവിനോട് ഈ മെമ്മറി കാർഡിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, KSRTC ബസ്സിൽ ചാത്തൻ സേവയുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ വാഹനത്തിൽ കൃത്യമായി മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനി ചാത്തൻ സേവ കൊണ്ട്, ചാത്തന്റെ വിളയാട്ടം കൊണ്ടാണോ അത് നഷ്ടപ്പെട്ടത് എന്നറിയില്ല. ഒരുപക്ഷെ ശമ്പളം കിട്ടാതെ, പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത ഒട്ടനവധി KSRTC ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ ഉള്ള നാട്ടിൽ അവരുടെ പ്രേതങ്ങൾ വന്ന് ഊരിക്കൊണ്ടു പോയതാണ് എന്ന് ക്യാപ്സൂൾ ഇറക്കുവാൻ ഇടത് സൈബറിടങ്ങൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും. അതിനും മടിക്കുന്നവരല്ല അവർ. കാരണം എന്ന് പറയുന്നത്, പല അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ട്. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ, ബാലസംഘത്തിലൂടെ SFIയിലൂടെ വളർന്നു വന്ന ഒരു ഇടത് നേതാവ്, ഒരു ചെറിയ കുട്ടിക്ക്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രായം കുറഞ്ഞ വനിതയെ തിരുവനന്തപുരം പോലെയുള്ള തലസ്ഥാന നഗരിയുടെ മേയറാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും ഇവിടെയുള്ള ജനങ്ങളും. പക്ഷേ ആ പെൺകുട്ടിയുടെ പ്രായത്തിന്റെ പക്വതയുടെ കുറവ് കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ കാട്ടിക്കൂട്ടിയ സംഭവവികാസങ്ങൾക്കെല്ലാം നമ്മൾ സാക്ഷികളാണ്. പല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടായി. ഈ ഒരു വിഷയം ഏറെ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയമാണ്. ആ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവരുടെ അധികാരം ഉപയോഗിച്ച്, മേയർ എന്നും MLA എന്നും പറയുന്ന അധികാരം ഉപയോഗിച്ച്, ജനപ്രതിനിധികൾ എന്ന അധികാരം ഉപയോഗിച്ച് കൃത്യമായി പോലീസിലോ മോട്ടോർ വാഹന വകുപ്പിലോ പരാതി നൽകി അവരെ കൊണ്ട് ആ പറയപ്പെടുന്ന ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുവാൻ എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ അധികാരങ്ങളും കയ്യിലിരിക്കുമ്പോൾ പരസ്യ വിചാരണയ്ക്ക് മുതിർന്ന ഈ ജനപ്രതിനിധികളുടെ നടപടി എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ജനങ്ങൾ, അതായത് ആ വാഹനത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ പൊതുജനങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തുക, ഡ്രൈവറെ തടയുന്നതിനൊപ്പം ആ വാഹനത്തിലെ യാത്രക്കാരെയും തടഞ്ഞു നിർത്തുകയാണ്. ആ ഡ്രൈവറോടുള്ള പ്രശ്നത്തിന്റെ പേരിൽ യാത്ര ചെയ്യുകയായിരുന്ന യാത്രക്കാരെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുന്നു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരാൾ പോലും, ആ വാഹനത്തിൽ യാത്ര ചെയ്ത ഒരാൾ പോലും ആ ഡ്രൈവർക്കെതിരെ മൊഴി കൊടുത്തിട്ടില്ല, ആ ഡ്രൈവർക്കെതിരെ പരാതിപ്പെട്ടിട്ടില്ല. അതായത് ഡ്രൈവറുടെ ഭാഗത്ത് 100% ശരി ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇടത് സൈബറിടങ്ങൾ പുറത്തു വിടുന്ന കുറേ ദൃശ്യങ്ങളുണ്ട്. ആ പറയപ്പെടുന്ന യദു എന്നു പേരുള്ള KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനായ, കുടുംബം പുലർത്താൻ ജീവിക്കുവാൻ വേണ്ടി തുച്ഛമായ വേതനത്തിൽ കൃത്യമായി ശമ്പളം കിട്ടാത്ത KSRTC പോലൊരു വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനായിരിക്കുന്ന യദു എന്ന് പറയുന്ന ഡ്രൈവർ തിരിച്ച് ഈ പറയപ്പെടുന്ന മേയറോടും MLAയോടും കയർത്ത് സംസാരിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇയാൾ ഇത്തരക്കാരനാണെന്നും ഇയാൾ മോശക്കാരനാണെന്നും ചിത്രീകരിക്കുവാൻ ഒരുപാട് സൈബറിടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാതയോരത്ത് എറണാകുളം വരെ എത്തിച്ചേരുന്നത് വരെയുള്ള റോഡിന്റെ അവസ്ഥ നമുക്കറിയാം. നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ്. ഏറെ സമ്മർദ്ദങ്ങൾ മനസ്സിലിട്ടുകൊണ്ടാണ് ഓരോ വാഹനങ്ങളും ഓടിക്കുന്ന KSRTCയിലെ ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, തിരക്കിന്റെ പ്രശ്നം.
കാലാവസ്ഥാ പ്രശ്നം, ഈ അതിഭീകരമായ ചൂടാണ്. ആ ചൂടത്തിരുന്ന് വാഹനം ഓടിക്കുന്ന ആളുകൾ. അതിനുമപ്പുറത്തേക്ക് ഈ സർവീസ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കാത്തത് കൊണ്ട് വീട്ടിൽ കാത്തിരിക്കുന്ന പ്രാരാബ്ദങ്ങളുണ്ട്. പ്രായമായ അച്ഛനമ്മമാരുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുവാൻ, എടുത്തിരിക്കുന്ന ലോണിന് തിരിച്ചടയ്ക്കുവാൻ, വീട്ടിൽ ഈ പറയപ്പെടുന്ന പണം കൊടുക്കുവാനുള്ള ബാങ്കുകാരും പലിശക്കാരും കയറി ഇറങ്ങുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളാണ് KSRTCയിലുള്ളത്. ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ഏറ്റവും നല്ല മനസ്സോടുകൂടി ചെയ്യേണ്ടുന്ന ജോലി തന്നെയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്നവരുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഗതികേടെന്ന് പറയട്ടെ, സർക്കാർ സംവിധാനങ്ങളിൽ വാഹനം ഓടിക്കുന്ന, KSRTCയിൽ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറും മനസമാധാനത്തോടെ അല്ല സർവീസ് ചെയ്യുന്നത്. ഈ സർവീസ് അവസാനിപ്പിച്ച് ചെല്ലുമ്പോൾ തങ്ങൾക്ക് മാസാവസാനം ശമ്പളം കിട്ടുമോ, ശമ്പളം കിട്ടിയില്ലെങ്കിൽ താൻ എങ്ങനെ ഈ മാസം കഴിച്ചു കൂട്ടുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ഡ്രൈവർമാരും KSRTCയിലേക്ക് രാവിലെ ജോലിക്ക് വരുന്നതും വൈകുന്നേരം മടങ്ങി വീട്ടിലേക്ക് പോകുന്നു. ആ മാനസികാവസ്ഥയിൽ വാഹനം ഓടിക്കുമ്പോൾ ആ ഒരു സൈഡ് കൊടുക്കാത്തതിൻ്റെ വിഷയത്തിൽ ഈ രാത്രിയിൽ സന്ധ്യസമയത്ത് ചെറിയൊരു വാഹനത്തിൽ പോവുകയായിരുന്ന മേയറെ നോക്കി ലൈംഗിക ചുവയോടുകൂടി ഈ പറയപ്പെടുന്ന ഡ്രൈവർ എന്തൊക്കെയോ കാട്ടി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ഒരാൾക്കും അത് ദഹിക്കുന്ന കാര്യമല്ല. മാത്രവുമല്ല, ആ വാഹനം ഒരു സിഗ്നലിൽ നിർത്തിയിടുമ്പോൾ സീബ്ര ലൈനിലേക്ക് ഈ ഒരു ചെറിയ വാഹനം കൊണ്ടുവന്ന് ക്രോസ് ചെയ്യുകയാണ്. സിനിമാ സ്റ്റൈലിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. വാഹനങ്ങളെ ക്രോസ് ചെയ്ത് ഗുണ്ടാ സംഘങ്ങൾ വാഹനം ക്രോസ് ചെയ്ത് നിർത്തി ഇറങ്ങി ഡ്രൈവറെ പിടിച്ചിറക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. ആ ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് നാട് ഭരിക്കുന്ന കൊച്ചമ്മയെയും കൊച്ചമ്മയുടെ തമ്പുരാനെയും തൊഴുതു വണങ്ങി നിന്ന് റോ അംബ്ര എന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ചില്ല. അയാൾ കൃത്യമായി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. KSRTCയുടെ നിയമം അനുസരിച്ച് വാഹനം ഒരു അപകടം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിപ്പോയിൽ എത്തുമ്പോഴോ മാത്രമാണ് KSRTC ഡ്രൈവർക്ക് ആ സീറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങുവാനുള്ള അധികാരമുള്ളൂ. അയാൾ അത് തന്നെയാണ് ചെയ്തത്. അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടില്ല, അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആരാണ് എന്നെ പഠിപ്പിക്കുവാൻ എന്ന അതേ ആറ്റിറ്റ്യൂഡ് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ വന്ന് നിൽക്കുന്നവന് ഏത് തമ്പുരാനായാലും അയാൾക്ക് ചങ്കുറപ്പോടെ സംസാരിക്കാം. പക്ഷെ ഭരണം, അധികാരം അവരുടെ കയ്യിലാണ്. അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, അവരുടെ മുന്നണിയാണ് ഭരിക്കുന്നത്. ഭരിക്കുന്ന മുന്നണിയുടെ ഒരു MLA, അദ്ദേഹത്തിന്റെ ഭാര്യ തിരുവനന്തപുരത്തിന്റെ മേയറായിരിക്കുന്നു. സ്വാഭാവികമായും ആടിനെ പട്ടിയാക്കുന്ന നിയമങ്ങൾ ഈ നാട്ടിൽ വരുമെന്ന കാര്യത്തിന്റെ തെളിവുകളാണ് നമുക്ക് മുന്നിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെളിവുകൾ ആയി പുറത്തു വരേണ്ടത്, അതായത് ആ ഡ്രൈവറുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ അതെന്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ കൃത്യമായി കഴിയുന്ന CCTV ദൃശ്യങ്ങൾ ആ വാഹനത്തിൽ നിന്നും നഷ്ടമായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ കൃത്യമായി ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ ഈ പറയപ്പെടുന്ന മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ഒക്കെ തങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, വാഹനം ക്രോസ് ചെയ്ത് നിർത്തിയിട്ടില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് അതല്ല, തെറ്റ് ഇവരുടെ ഭാഗത്താണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത്, സത്യാവസ്ഥ പൊതുജനം അറിഞ്ഞത്. അതിൻ്റെ തെളിയിക്കപ്പെടേണ്ടിയിരുന്ന ദൃശ്യങ്ങൾ ഇന്ന് നഷ്ടമാകുമ്പോൾ ഉറപ്പാണ് അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട്, അധികാര ദുരുപയോഗം നടത്തിക്കൊണ്ട് ആ ഡ്രൈവറുടെ പേരിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ, ഒരുപക്ഷെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേരിലെടുത്ത കേസുകളുടെ പേരിൽ ആ പാവത്തെ തുറങ്കിലടക്കുമായിരിക്കും. കാരണം ഈ മെയ് ദിനത്തിൽ തന്നെ പറയട്ടെ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പോസ്റ്റിട്ട മേയർ ആര്യ രാജേന്ദ്രന്റെ അധികാരം ഉപയോഗിച്ച് ഇടതുപക്ഷമെന്ന് വിളിക്കുന്ന, ഹൃദയപക്ഷമെന്നൊക്കെ നിങ്ങൾ ആർത്ത് വിളിക്കുന്ന ആ പാർട്ടി തന്നെ ആ പാവം തൊഴിലാളിയെ ക്രൂരമായി ക്രൂശിക്കും. ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല.